ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹോശാനയുടെ ആരവങ്ങൾ കെട്ടടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈശോ പോകുന്നത് ബഥാനിയയിലേക്കാണ്. അതിക്ക് മുമ്പ് രാജകീയ പ്രവേശത്തിന് ഈശോ തിരഞ്ഞെടുക്കുന്നത് ബത്ഫഗയാണ്. രണ്ടും നിസ്സാരമായ ചെറിയ സ്ഥലങ്ങൾ. താൻ ഇപ്പോഴും ലാളിത്യമുള്ളവനാണെന്നും വളരെ നിസ്സാരനായിട്ടാണ് ജീവിക്കുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് ഈശോ കാണിച്ചു തരികയാണ്. താൻ ഏർപ്പെടാൻ പോകുന്ന വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ദിവസങ്ങളിലേക്ക് തയ്യാറെടുക്കാൻ ഈശോ ബഥാനിയയിലേക്ക് പോകുന്നു. അവിടെ പ്രാർത്ഥനയോടെ കർത്താവ് ഒരുങ്ങുകയാണ് വലിയ ദിവസത്തേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില വലിയ ദിവസങ്ങൾ പീഡാനുഭവത്തിൻ്റെ, കാലുകഴുകലിൻ്റെ, അതുപോലെ തന്നെ ഉദ്ധാനത്തിൻ്റെതായ വലിയ ദിവസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും. എത്രമാത്രം കരുതലോടെ, തീക്ഷ്ണതയോടെ, ആഗ്രഹത്തോടെ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കാനും ഒരുങ്ങാനും തയ്യാറാകുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശോ ബഥാനിയയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ആത്മീയമായിട്ട് നമ്മൾ ഒരുങ്ങേണ്ട സമയങ്ങൾ എത്രമാത്രം ഗൗരവത്തോടെ അതിനെ സമീപിക്കുന്നുണ്ട് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൻ്റെ പ്രധാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ പിതാവിൻ്റെ കൂടെ ആയിരിക്കാനും അല്പസമയം പ്രാർത്ഥനയിലൊക്കെ ചെലവഴിക്കാനും ആത്മീയമായ ഒരുക്കത്തോടുകൂടി ഈസ്റ്ററിലേക്ക് പ്രവേശിക്കാനും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും പിതാവിൻ്റെ കൃപ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല എന്നും പിതാവിൻ്റെ കൃപയാണ് നമ്മൾ മുൻപോട്ട് വഴി നടത്തുന്നതെന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രതീക്ഷകളോടെ, പ്രാർത്ഥനയോടെ, അതിലുപരി പിതാവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.